ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ഫോർ ഈസി കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും കഴിക്കാവുന്നതാണ്. ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൽ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതിനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ചൂടായി കഴിയുമ്പോൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം പകുതി വേവാവുന്നത് വരെ മൂടി വെച്ച് വേവിക്കാം. ഇത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, നന്നായിട്ട് മസാല പിടിച്ച് സോഫ്റ്റായി വന്നാൽ മതി. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി, മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്. ഞാനിവിടെ ബീൻസും ക്യാരറ്റും മാത്രമാണ് ചേർക്കുന്നത്, പക്ഷേ നമുക്കിഷ്ടമുള്ള എല്ലാ വെജിറ്റബിളും ഇതിൽ ചേർക്കാവുന്നതാണ്. എരിവിനാവശ്യമായ പച്ചമുളക്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ഗരം മസാല, വലിയ ജീരകം ചതച്ചത് 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് 1 കപ്പ് ബസ്മതി റൈസ് കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായി കഴുകി അരമണിക്കൂർ കുതിർത്തെടുത്ത അരിയാണിത്. 2 മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായി അരിഞ്ഞതുകൂടെ ഇട്ട് കൊടുത്ത ശേഷം 6 കപ്പ് വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. കുതിർത്തെടുത്ത അരി ആയതുകൊണ്ട് വെള്ളം തിളച്ച ശേഷം ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ അരി വെന്തിട്ടുണ്ടാവും. ചിക്കൻ കഞ്ഞി റെഡിയായിട്ടുണ്ട്. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. 50 ഗ്രാം നട്ട്സ് ചെറുതായിട്ട് പൊടിച്ചതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം ചൂടോടുകൂടി വിളമ്പാം. ഇതിലധികം മസാലയൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് വയറിന് നല്ലതാണ്. ഇതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. വെജിറ്റബിൾസ് ചേർക്കുന്നത് കൊണ്ട് വളരെ ഹെൽത്തിയാണ്. ഇതിൽ എണ്ണ ചേർത്തിട്ടില്ല, ഡൈജഷനും നല്ലതാണ്. ഇത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. നല്ലൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.